അപ്പം നമ്മൾ മറ്റേ ഷോർട്സിൽ കുറച്ച് പറഞ്ഞു നിർത്തിയൊരു കാര്യങ്ങളുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പറയാം. അപ്പം വീട്ടിലിങ്ങനെ അച്ഛൻ കുറച്ച് സ്ട്രോങ് ആണെങ്കിലും ആ കഥകളൊക്കെ നമ്മൾ പിന്നീട് പറയാം കേട്ടോ. ഇപ്പം നമ്മളൊരു 15 വയസ്സിലേക്ക് മുന്നോട്ടുള്ള കഥകൾ പറയാം, താഴോട്ടുള്ള കഥകൾ നമ്മൾ പിന്നീട് പറയാം. അപ്പം അങ്ങനെ അമ്മയാണെങ്കിൽ ഒരു പാവം, അമ്മയ്ക്കാണെങ്കിൽ ഒന്നിനൊരു സാമർഥ്യമില്ല കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ ഒരു കർശനമായ ചിട്ടയിലൊക്കെ ജീവിച്ച് അങ്ങനെ നമ്മളൊരു ലൈഫിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. എങ്ങനെ പോയാലും വീട്ടിൽ പറഞ്ഞാൽ നേരത്തെ ഫുഡ് കഴിക്കുക, നേരത്തെ ഉറങ്ങുക. അപ്പം ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലൈഫ് വന്നപ്പോൾ നമുക്ക് തോന്നി സ്വയം. അപ്പോഴേക്കും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്, കുഞ്ഞുങ്ങളാവാൻ മൂത്ത കുട്ടി ആയി. അപ്പം ചിന്തിക്കാനുള്ളൊരു സെൻസൊന്നും അന്നില്ല. കാരണം 15 to 16 വയസ്സാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ഒരു കുഞ്ഞാവ് ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ ഈ കുഞ്ഞാവ് ഉണ്ടായിട്ടൊരു 3 മാസമൊക്കെ പ്രഗ്നൻ്റ് ആവണ ടൈമിൽ, അതായത് വീട്ടിലെ കാരണവന്മാരെന്നൊക്കെ പറയില്ലേ, അപ്പോൾ അവർ പറയാണ് കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട്, എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ പോയ വീട്ടിലാണെങ്കിൽ അവർക്ക് അധികം സ്ഥലമൊന്നുമില്ല, അവർക്ക് 6 സെൻറ്റ് സ്ഥലവും ഒരുപാട് ഫാമിലിയുള്ള വീടാണ്. അങ്ങനെ ഈ സ്ഥലം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ സ്ഥലം പോകുന്നവർ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ നമ്മൾ പ്രസവത്തിന് കൂട്ടിയും കൊണ്ട് പോകുമല്ലോ 7ാം മാസത്തിൽ, ആ 7ാം മാസത്തിൽ ഒരുപാട് സ്വർണ്ണങ്ങളൊന്നും അന്നില്ല, ഉള്ള സ്വർണം തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണ്ണമാണ്. അങ്ങനെ നമ്മളത് എന്തായി, 7ാം മാസത്തിൽ നമ്മൾ ആ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് നമ്മളെ വീട്ടിൽ നിന്ന് അതായത് നമ്മൾ പോയ വീട്ടിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് പ്രസവം കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ വേണമെന്ന് അവർ പറയാണ്. അങ്ങനെ നമ്മൾ ഈ കഴുത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഗോൾഡും നമ്മൾ ഒരുപാടില്ല, ഞാൻ പിന്നെയും പറയുന്നുണ്ട്. അപ്പം കാരണം എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, എന്നെ അറിയുന്നവർ കാണുന്നുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോഴും ഒരുപാട് അറിയാനുള്ള ആകാംക്ഷയുള്ള ക്യൂരിയോസിറ്റിയുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആ സ്വർണ്ണമെല്ലാം ഊരി കൊടുത്തു. അന്ന് ഞാൻ ചിന്തിച്ചില്ല കേട്ടോ, എന്താ ഈ കൊടുക്കുന്നതെല്ലാം ചിലപ്പോൾ ഒരു കാലത്ത് എനിക്ക് തന്നെ തിരിച്ചടിക്കും, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ ആ ഗോൾഡിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അന്ന് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്നും നമ്മൾ ഒരു സ്വാതന്ത്ര്യം, നമുക്കൊന്ന് നമ്മുടേതായ ഒരു ലൈഫ് വേണമെന്ന് അന്ന് ആ ഒരു ചിന്ത ഉണ്ട്. അതായത് കൂട്ടത്തിലിരിക്കാൻ ആഗ്രഹമില്ല, ഒറ്റയ്ക്ക് ജീവിച്ചിട്ട്, സത്യം പറയാം. അപ്പം അങ്ങനെ അപ്പം ഗോൾഡെല്ലാം വിറ്റു, വിശ്വാസത്തോടുകൂടി നമ്മളത് അവരുടെ കയ്യിൽ കൊടുത്തു. അന്ന് അതിനെപ്പറ്റി ആ സ്ഥലത്തിൻ്റെ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ സ്ഥലം നമ്മുടെ ഗോൾഡ് കൊടുത്ത്, ഇവരുടെ കയ്യിൽ 5 പൈസ അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ രജിസ്ട്രേഷന് പോലും അന്നത്തെ കാലത്ത് ഒരു 15,000 രൂപ എടുക്കാമല്ല ഉണ്ട്, അവർ തന്നിട്ടുണ്ട് ഒരു 5,000 രൂപ. അങ്ങനെ നമ്മൾ ആ ഗോൾഡെല്ലാം വിറ്റ് ഈ 5 സെൻറ്റ് സ്ഥലം വാങ്ങി. അന്ന് നമുക്കറിയില്ല ഇത് നമ്മുടെ പേരിൽ എഴുതണമെന്നോ അല്ലെങ്കിൽ നമുക്കും കൂടി സ്വാതന്ത്ര്യം ഉള്ളതാണെന്നോ, അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മൾ ഈ പോയ ഗോൾഡിനോ, അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ഈശ്വരൻ നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നാൽ മാത്രമേ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്കറിയാം. അങ്ങനെ ഈ ഗോൾഡിന് വേണ്ടി പിന്നീട് ഒരു കാലത്ത് നമ്മൾ സങ്കടപ്പെടേണ്ടി വരും, ലൈഫ് മാറും എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ സ്ഥലമൊക്കെ വാങ്ങി എല്ലാം. അപ്പോഴേക്കും നമുക്ക് അതായത് 15 വയസ്സ് തൊട്ടിട്ട് 16, 17, 18 വയസ്സായപ്പോഴേക്കും 3 മക്കളായി. പിന്നെ ലൈഫിൽ ഒന്നും നമുക്ക് അറിയുന്നില്ല. പിന്നെ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സംഭവം മുന്നിലുണ്ടെങ്കിൽ ജോലിയുള്ളൂ. അങ്ങനെ ആയിട്ട് ജീവിതം പോയി നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ആവശ്യത്തിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം അതില്ല. കാരണം 15 വയസ്സ് കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ നമുക്ക് ഈ മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ മക്കളെ പിന്നെ അതാ ഞാൻ പറഞ്ഞ, ജന്മം കൊടുത്താൽ പോരാ, നമ്മളവരെ സേഫായിട്ട് അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ 3 പെൺകുട്ടികളും കയ്യിൽ. അപ്പോൾ ഈ ഗോൾഡിൻ്റെ കാര്യം പിന്നെയും പറയാൻ കാര്യം,
പിന്നെ ഞാനിത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഗോൾഡ് വിറ്റിട്ട് ഈ സ്ഥലം വാങ്ങുന്നത് ഈ പുള്ളിയുടെ പേരിൽ മാത്രമാണ്. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ എന്തായി, 3 മക്കൾ. ഇവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഫൈറ്റായി. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഡെയിലി നമ്മളോട് പറയും ഇറങ്ങിപ്പോ 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 എന്ന് പറയുന്ന ഒരൊറ്റ വോയിസ് നമ്മുടെ മൈൻഡിലേ ഉള്ളൂ. നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ടല്ലോ, എവിടെയെങ്കിലും വല്ല ഇൻ്റർവ്യൂ ചെയ്ത് എക്സാം എഴുതി നമുക്ക് കയറാം. ഈ ഒറ്റ വോയിസ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ താളവും തെറ്റി. അപ്പോൾ അടുത്ത ഒരു കഥയായിട്ട് ഈ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം ഞാൻ പറഞ്ഞ പോലെ 5 എപ്പിസോഡ് വെറുതെ പറഞ്ഞാണ് കേട്ടോ, വെറുതെ ഒരു ഇതിൽ പറഞ്ഞാണ്. അപ്പം എന്തായാലും എവിടം വരെ എത്തുന്നോ അത്ര എപ്പിസോഡല്ല. അപ്പോഴും പിന്നെ ഞാൻ ഈ എപ്പിസോഡ് എന്ന് പറയും, പാർട്ട്. അപ്പം ഈ പാർട്ടി എവിടം വരെ എത്തുമോ അതുവരെ. ഇപ്പം നമ്മളിതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഇപ്പം ഇത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു കഴിവെന്ന് പറയുമ്പോൾ ചിലപ്പം ഈശ്വരൻ്റെ ഒരു ഇതായിരിക്കാം. നീ ഇന്ന സ്ഥലത്തു കൂടെയൊക്കെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഇന്ന രീതിക്കൊക്കെ പോകും, അപ്പം നീ രക്ഷപ്പെടും എന്നുള്ളത് ചിലപ്പം ഈശ്വരൻ്റെ ഒരു നിയോഗമായിരിക്കാം. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തളരരുത്. തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. തളരാതെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ഭാഗം പറയാം കേട്ടോ.